നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ രാഷ്ട്രീയ ബിസിനസ് മേഖലകളിൽ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ ടി വീണയെ ദുബായ് ഹവാല ബന്ധത്തിലേക്ക് വ്യാപിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നതായി പത്രക്കുറിപ്പ് പുറത്തുവന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വീണയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്ത കയ്യെഴുത്ത് കുറിപ്പുകളിൽ അവരുടെ അറിയപ്പെടുന്ന വരുമാന സ്രോതസ്സുകളേക്കാൾ വളരെ ഉയർന്ന ഇടപാടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും പറയുന്ന മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇനിയാണ് കാണാൻ കിടക്കുന്നത്. ദുബായിലേക്കുള്ള പണമിടപാടുകളെക്കുറിച്ചും സാധ്യമായ ഹവാല ചാനലുകളെക്കുറിച്ചും കുറിപ്പുകളിൽ പരാമർശിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഇത് അന്വേഷണത്തിന് പുതിയ മാനം നൽകുന്നു. 2026 ഓഗസ്റ്റ് 18 കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം, അതായത് PMLA പ്രകാരം ഇഡിയുടെ കൊച്ചി സോൺ കോഴിക്കോട് 9 സ്ഥലങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഏറ്റവും പുതിയ അധ്യായം പുറത്തു വന്നത്. വിദേശത്തേക്ക് ഹവാലയായി 85 ലക്ഷം രൂപ കടത്തിയെന്ന വിദേശ നാണ്യ വിനിമയ ചട്ടം, അതായത് ഫെമ ലംഘന കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കം ശക്തമായതും അതോടെയാണ്. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് പിണറായി വിജയന്റെ കുടുംബം. നമുക്കറിയാം, കേരളത്തിലെ CPIM വളരെ കാലമായി പ്രത്യയശാസ്ത്രപരമായ അച്ചടക്കമുള്ളതും താരതമ്യേന ശുദ്ധവുമായ ഒരു പാർട്ടിയാണെന്ന് സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പാർട്ടി നേതാക്കളും കുറ്റവാളികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരോപിക്കപ്പെടുന്ന നിരവധി കേസുകളും സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും സംബന്ധിച്ച ആരോപണങ്ങളും ആ പ്രതിച്ഛായയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ടി വീണയ്ക്കെതിരായ ആരോപണങ്ങൾ ശ്രദ്ധാപൂർവം വളർത്തിയെടുത്ത ആ ബ്രാൻഡിന്റെ എല്ലാ ഘടകങ്ങളെയും നേരിട്ടും ഗുരുതരമായും ദുർബലപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും ഒരു പാർട്ടി മെമ്പർഷിപ്പ് പോലും എടുത്തിട്ടില്ലാത്ത വീണയ്ക്ക് അല്ലെങ്കിൽ വീണയെ സംരക്ഷിക്കാൻ പാർട്ടിയാണ് എത്തുന്നത്. കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തി ഒരു ബാഹ്യ വ്യക്തിയല്ല, മറിച്ച് കേരള യൂണിറ്റിന്റെ ദീർഘകാല ക്യാപ്റ്റന്റെ മകളും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഭാര്യയുമാണെന്ന വസ്തുതയാണ് CPIMനെ നാശനഷ്ടം വർദ്ധിപ്പിക്കുന്നത്. അധികാരം പ്രത്യേക അവകാശങ്ങൾ സൃഷ്ടിച്ചുവെന്നും നേതൃത്വവുമായുള്ള അടുപ്പം വിശദീകരിക്കാനാകാത്ത ഫണ്ടുകളിലേക്ക് വാതിലുകൾ തുറന്നുവെന്നും പാർട്ടിയുടെ ആന്തരിക അച്ചടക്കം അതിന്റെ ശക്തനായ നേതാവിന്റെ കുടുംബത്തിലെത്തുമ്പോൾ അവസാനിക്കുന്നുവെന്നുള്ള ആരോപണത്തെ ഇത് ശക്തിപ്പെടുത്തുന്നുണ്ട്. നിരവധി പ്രവർത്തകരുടെയും പിന്തുണക്കാരുടെയും കണ്ണിൽ കേസ് ഒരു വ്യക്തിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുക മാത്രമല്ല, ഈ സംഘടനയുടെ അവകാശപ്പെടുന്ന ധാർമ്മികവും പ്രത്യയശാസ്ത്രപരമായ മാനദണ്ഡങ്ങൾ വ്യവസ്ഥാപിത പരാജയത്തെ അത് തുറന്നു കാട്ടുന്നുണ്ട്. അതായത് CPIM കാലങ്ങളായി പണിതുയർത്തിയ ചീട്ട് കൊട്ടാരമാണ് ഇവിടെ തകർന്നു വീഴുന്നത്. 2026 മെയ് 27 വീണയുമായും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിന്റെ പ്രൊമോട്ടർമാരുമായും ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടത്തിയ മുൻ റൗണ്ട് തിരച്ചിലുകൾക്ക് ശേഷമാണ് ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ നടന്നത്. ഏജൻസിയുടെ പത്രക്കുറിപ്പും തുടർന്നുള്ള റിപ്പോർട്ടിംഗും അനുസരിച്ച് മെയ് മാസത്തിൽ നടന്ന ആ തിരച്ചിലുകളിൽ വീണ പരിപാലിക്കുന്നുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന കയ്യെഴുത്തു പ്രതി അക്കൗണ്ടുകൾ ലഭിച്ചു. കുറിപ്പുകളിൽ വ്യക്തിയുടെ പേരുകൾ, കൈകാര്യം ചെയ്തതോ ചിലവഴിച്ചതോ ആയ തുകകൾ, ദുബായിലേക്ക് മാറ്റിയ പണത്തിന്റെ വിശദാംശങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയിരുന്നു. UAE ദിർഹത്തിലും ഇന്ത്യൻ രൂപയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുബായുമായി ബന്ധപ്പെട്ട തുക ഏകദേശം 3.49 ലക്ഷം ദിർഹമാണ്, അതായത് ഏകദേശം 85 ലക്ഷം രൂപ. രൂപയുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 20.5 കോടി രൂപയാണ്. വീണയുടെ കമ്പനിക്ക് ഇതിനകം ലഭിച്ചതിൽ നിന്ന് ഈ പണം വ്യത്യസ്തമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. അവരുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ അടച്ചുപൂട്ടിയ ഒരു ഏക വ്യക്തി സ്ഥാപനം. എക്സാലോജിക് CMRൽ നിന്ന് 2.78 കോടി രൂപ സ്വീകരിച്ചു. IT കൺസൾട്ടൻസി സേവനങ്ങൾക്കുള്ള പേയ്മെന്റ് ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. ഈ സേവനങ്ങൾ ഒരിക്കലും നൽകിയിട്ടില്ലെന്ന് SFIOയും EDയും ആരോപിക്കുന്നു. CMRലിന്റെ മാനേജിംഗ് ഡയറക്ടർ SN ശശീന്ദ്രൻ കർത്ത മറ്റൊരു കമ്പനിയിലൂടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ കമ്പനി എക്സാലോജിക്കിന് 50 ലക്ഷം വായ്പ നൽകി. വായ്പകൾക്ക് തിരിച്ചടവ് പ്രശ്നങ്ങളുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. വെവ്വേറെ CMRൽ നിന്ന് ഏകദേശം 182 കോടി രൂപയുടെ വ്യാജ പണച്ചെലവ് SFIO കണ്ടെത്തി. 15 വർഷത്തിനിടെ ഇത് സംഭവിച്ചു. ഈ പണം കൈക്കൂലി നൽകാൻ ഉപയോഗിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു.
ദുബായുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഏകദേശം 3.49 ലക്ഷം ദിർഹം അഥവാ ഏകദേശം 85 ലക്ഷമാണെന്ന് ED പ്രസ്താവനകൾ പറയുന്നുണ്ട്. ഇത്രയേറെ പേയ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടും സേവനങ്ങൾ ഒരിക്കലും നൽകിയിട്ടില്ലെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും കൃത്യമായി തന്നെ ആരോപിക്കുന്നുണ്ട്. CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശീന്ദ്രൻ കർത്തയും മറ്റൊരു സ്ഥാപനം വഴി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരിച്ചടവ് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ സ്ഥാപനം എക്സാലോജിക്കിന് 50 ലക്ഷം വായ്പ നൽകി. CMRL 15 വർഷത്തിനിടെ ഏകദേശം 182 കോടി രൂപയുടെ സാങ്കല്പിക പണച്ചിലവ് നടന്നതായും SFI നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കണ്ടെത്തി. കൈക്കൂലി നൽകാൻ ഈ പണം ഉപയോഗിച്ചതായും അന്വേഷകർ ആരോപിക്കുന്നു. മെയ് മാസത്തിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ വൈഫൈ റൂട്ടറിൽ ഉപയോഗിക്കുന്നതിനായി മറ്റൊരാളുടെ പേരിൽ ലഭിച്ച ഒരു സിം കാർഡിന്റെ ഫോട്ടോ അടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. രഹസ്യമായി ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾക്കുള്ള മാർഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. ഓഗസ്റ്റിലെ തുടർ പരിശോധനകളിൽ കൈയെഴുത്തു കുറിപ്പുകളിൽ പേരുള്ള വ്യക്തികളെയും സിമ്മുമായി ബന്ധപ്പെട്ട വ്യക്തിയെയും ഏജൻസി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടെടുക്കുകയും മൊഴികൾ രേഖപ്പെടുത്തുകയും ഹവാല ചാനലുകൾ വഴിയുള്ള പണമിടപാടുകളെ സൂചിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തതായും ഉദ്യോഗസ്ഥർ പറയുന്നു. വീണ തന്റെ അറിയപ്പെടുന്ന വരുമാന സ്രോതസ്സുകൾക്കപ്പുറം ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. കൂടുതൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടയിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഏജൻസി സൂചിപ്പിച്ചിട്ടുണ്ട്. കേസിൽ മുൻകൂർ ജാമ്യം തേടുന്നത് ഉൾപ്പെടെയുള്ള നിയമപരമായ വഴികളാണ് കുടുംബവും അഭിഭാഷകരും പരിശോധിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ അറസ്റ്റിലേക്ക് കടന്നാൽ പോലും ജാമ്യം നേടാനാകുമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിലെ കടുത്ത വകുപ്പുകളാണ് വീണ വിജയനെതിരെ ചുമത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. എന്നാൽ ഫെമ ലംഘനങ്ങൾ പ്രാഥമികമായി സാമ്പത്തിക അപരാധങ്ങളുടെ പരിധിയിൽ വരുന്നതിനാൽ അറസ്റ്റ് ഭീഷണി ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. എങ്കിലും ഏജൻസികൾ ഉന്നയിക്കുന്ന കുറ്റങ്ങളുടെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ കോടതിയുടെ നിലപാട് നിർണായകമാകും. മുൻ മുഖ്യമന്ത്രിയുടെ മകളെ വിളിപ്പിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ നിയമപരമായി പ്രതിരോധിക്കാനാണ് നീക്കം. മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെടുകയോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ തന്നെ ഉടനടി ജാമ്യത്തിലിറങ്ങാൻ സാധിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉറപ്പാക്കാനാണ് ദില്ലിയിലെയും കൊച്ചിയിലെയും മുതിർന്ന അഭിഭാഷകരുമായി ചർച്ചകൾ നടക്കുന്നത്. വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസും അന്വേഷണ പരിധിയിലാണ്. വീണ വിജയൻ വിദേശത്തേക്ക് ഹവാല മാർഗത്തിലൂടെ 85 ലക്ഷം രൂപ കടത്തിയെന്ന കണ്ടെത്തലാണ് നിലവിലെ നിയമക്കുരുക്കിനിപ്പോൾ ആധാരം. മാസപ്പടി കേസിന്റെ അനുബന്ധമായി നടത്തുന്ന തിരച്ചിലുകളിലും പരിശോധനകളുമാണ് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ച് പണം കൈമാറ്റം ചെയ്തതിന്റെ രേഖകൾ EDക്ക് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. അഴിമതി പണമാണ് ഇങ്ങനെ കടത്തിയതെന്നാണ് വിലയിരുത്തൽ. കടത്തിയ തുകയുടെ 3 ഇരട്ടി പിഴയും പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാവുന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യമാണ് ഫെമ ലംഘനം. കടത്തിയ തുക കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞ 300% പിഴ ചുമത്താൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പണം കണ്ടെത്താനായില്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ പിഴ ചുമത്താൻ ഫെമ വ്യവസ്ഥ ചെയ്യുന്നു. ചുമത്തുന്ന പിഴ 90 ദിവസത്തിനകം ഒടുക്കിയില്ലെങ്കിൽ പ്രതിയെ തടവിലാക്കാനും നിയമത്തിൽ വകുപ്പുകളുണ്ട്. 1 കോടി രൂപയ്ക്ക് മുകളിൽ വിദേശത്തേക്ക് കടത്തുകയോ വിദേശത്തേക്ക് സൂക്ഷിക്കുകയോ ചെയ്താൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഇതിനു പുറമെ കടത്തിയ തുകയ്ക്ക് തുല്യമായ മൂല്യമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഫെമ നിയമത്തിൽ EDക്ക് അധികാരമുണ്ട്. മാസപ്പടി കേസിൽ വീണ വിജയനിൽ നിന്ന് പിടിച്ചെടുത്ത കുറിപ്പുകളും ലേക്കർ ഇന്ത്യ നടത്തിയ ഇടപാടുകളും കേന്ദ്രീകരിച്ച് ED അന്വേഷണം കൂടുതൽ വിപുലീകരിക്കുകയാണ്. വീണ വിജയന്റെ ഭർത്താവും CPM നേതാവുമായ PA മുഹമ്മദ് റിയാസ് MLAയുമായി അടുത്ത ബന്ധമുള്ളവരും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണ വലയത്തിലാണിപ്പോൾ. സാമ്പത്തിക ഇടപാടുകളിലെ പങ്കിനെ കുറിച്ച് വ്യക്തത വരുത്തുന്നതിനായി റിയാസിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ചും ED ലീഗൽ സെല്ലിൽ നിന്ന് നിയമോപദേശം തേടിയതായാണ് സൂചന. ഫെമ കേസിലെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ED ഉടൻ സമൻസ് അയച്ചേക്കും. ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്ന ഘട്ടത്തിൽ അറസ്റ്റ് തടയുന്നതിനുള്ള നിയമപരമായ മുൻകരുതലുകൾ സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെ ആലോചന. കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തിൽ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന ആരോപണം ഭരണപക്ഷം ഉയർത്തുമ്പോഴും ശക്തമായ തെളിവുകളോടെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് EDയുടെ തീരുമാനം. വരുന്ന ദിവസങ്ങളിൽ ഹൈക്കോടതിയിലോ വിചാരണ കോടതിയിലോ സമർപ്പിക്കപ്പെടുന്ന ജാമ്യ അപേക്ഷകളുടെ വിധി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും.